നീലക്കുറുക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയിക്കാണോ അതോ നമ്മുടെ ഷാഫി പറമ്പിലാണോ ഫ്യൂച്ചർ മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരാണ് ഫ്യൂച്ചറിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ യോഗ്യം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവർക്ക് ആരാണ് തോന്നുന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ടാളും വേണ്ട, വേറെ ആരെങ്കിലൊക്കെ മതി. അവർക്ക് രണ്ടാൾക്കും അവർക്കൊക്കെ തല്ലുകൂടാനുള്ള സമയമുള്ളൂ. അയ്യോ ഓരോ കുത്തിയിരുപ്പുണ്ടാക്കാനും തല്ലുകൂടാനൊക്കെ ആയിട്ട്. അതിനും വേറെ എത്ര ആൾക്കാരുണ്ട്, അവരാരെങ്കിലൊക്കെ വരട്ടെ മുഖ്യമന്ത്രിയായിട്ട്. നമ്മുടെ ജയിക്കാണോ അതോ ഷാഫി പറമ്പിലാണോ നമ്മുടെ ഫ്യൂച്ചർ മുഖ്യമന്ത്രി ആവാൻ അനുയോജ്യനായിട്ടൊരാള്? അതിന്റെ എനിക്കങ്ങനെ അറിഞ്ഞൂടാ. അതിന്റെ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഷാഫി പറമ്പിൽ ജയിക്കാൻ അറിയില്ലേ? അതില്ലാത്ത ചോദ്യം ഉണ്ടാവും. നമ്മളിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിലേ പറയുള്ളൂ. എന്താ കാരണം നമുക്ക് കാണണ്ടല്ല ഷെയ്ക്ക് മറ്റാൾ അവിടെ കയറി ഇരുന്ന് വെറുതെ പ്രസംഗമല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ ഷാഫി പറമ്പിൽ വരുന്ന നന്നായിരുന്നു. അത് തീർച്ചയായിട്ടും ജയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജയിക്ക് ഓരോ കാര്യങ്ങളും വ്യക്തിപരമായാലും വളരെ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങളും പറയുള്ളൂ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. ഷാഫി പറമ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? ഷാഫി പറമ്പിൽ കുഴപ്പമില്ല, എന്നാലും ജയിക്കാണ് കുറച്ചും കൂടി. അടുത്തൊരു മുഖ്യമന്ത്രി ആവാൻ പറ്റുന്നുള്ള ആളുണ്ടെന്ന് തോന്നുന്നുണ്ട് ജയിക്ക്. അതായത് പിണറായി വിജയൻ ഇപ്പൊ എന്തായാലും അടുത്തൊരു ഭരണം വരുമ്പോ ജയിക്ക് മുഖ്യമന്ത്രി ആവുന്ന തോന്നുന്നുണ്ടോ? ഇല്ല, ജയിക്ക് വരില്ല. അല്ലാതെ തന്നെ വേറെ ആൾക്കാരുണ്ട്. ജയിക്ക് മന്ത്രി ആവുന്ന തോന്നുന്നുണ്ടോ? നല്ല മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. 90% സാധ്യത. ഷാഫി പറമ്പിലാണ്. കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ആള്? ആള് നല്ലൊരു മനുഷ്യനാണ്, പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണ്. ജയിക്കിനെ പറ്റി എന്താ അഭിപ്രായം? ജയിക്കിനെ പറ്റിയോ അതൊക്കെ തന്നെയാണ് അഭിപ്രായം. എന്നാലും നമുക്ക് ഇച്ചിരി താല്പര്യം ഷാഫിനോടാണ്. ഷാഫി പറമ്പിലാണ് താല്പര്യം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട്. അതെ, MP ആയിട്ട് പോകും. കേരളത്തിലേക്ക് ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ആ സാധ്യത. 10 വർഷത്തിന് ശേഷം ഷാഫി പറമ്പിൽ അപ്പൊ മുഖ്യമന്ത്രി ആ സാധ്യത ഉണ്ട്. ജയിക്കിന് തീരെ ചാൻസ് ഇല്ല. പിന്നെ ഇടത് വർഷത്തെ ചാൻസ് ഉള്ള രാജീവിനെ ഉള്ളൂ. ആകെ ഒരു കൊള്ളാവുന്ന ഏതായാലും അടുത്ത വർഷത്തുള്ള രാജീവാ. ഷാഫി പറമ്പിലും ജയിക്കും മത്സരത്തിൽ നിന്നെങ്കിൽ ആരായിരിക്കും ജയിക്കുക? അത് മുഖ്യമന്ത്രി മത്സരത്തേക്ക് രണ്ടാളും അടുത്ത കാലത്ത് 10 വർഷത്തേക്ക് വരുന്നില്ല. ഫ്യൂച്ചർ ഒരു ചിലപ്പോൾ ഷാഫി വന്നുകൂടായാലും ജയിക്കാൻ സാധ്യതയില്ല. അവിടെ രാജീവ് ഇരിക്കുക. അളമശ്ശേരി ശക്തനായ നേതാവ് രാജീവ്. ജയിത്ത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ? ഒരു യുവത്വം, അതുകൊണ്ട് മാത്രമേ. ഇവർ രണ്ടുപേരും ഈ ഷാഫി പറമ്പിൽ ഫ്യൂച്ചറിൽ നല്ലൊരു മന്ത്രിയായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ വരണം, യുവാക്കൾ വരണം എന്നാണ് അഭിപ്രായം. ജയിക്കും ഷാഫി പറമ്പിൽ, തീർച്ചയായും ഷാഫി പറമ്പിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ? ഷാഫി പറമ്പിൽ പൊതുവെ പുതിയ യൂത്തിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട്. പിന്നെ നല്ല ഒരുപാട് നല്ല ചെയ്യുന്നുണ്ട്. നല്ല കാര്യമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇനി ഫ്യൂച്ചറിൽ ഒരു മുഖ്യമന്ത്രി ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും ഏറ്റവും നല്ലത് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അനുയോജ്യനായി തോന്നുന്നത്? അത് ഇപ്പോഴത്തെ ഇതില് പറയാനുള്ളതില്ല. ഇപ്പോഴത്തെ ഇപ്പൊ ആര് വന്നാലും മുഖ്യമന്ത്രി അവര് തെരഞ്ഞെടുക്കുന്നതാണ്. എംഎൽഎമാര് കൂടി ഇത് ഓരോരു നമ്മുടെ ഇഷ്ടമല്ലല്ലോ ഓരോരോ. നമ്മുടെ ഷാഫി പറമ്പിലാണോ ജയിക്കാണോ നമ്മുടെ പുതിയ ഫ്യൂച്ചർ മുഖ്യമന്ത്രി ആവാൻ അനുയോജ്യൻ? മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പൊ അത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും ചേട്ടനെ സംബന്ധിച്ച് നല്ലൊരു മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ? യോഗ്യനുള്ളത് ഇപ്പൊ ഇയാൾ മാത്രമേ ഉള്ളൂ, സതീശൻ മാത്രമേ ഉള്ളൂ. അതല്ല, അത് കഴിഞ്ഞിട്ട് ഇത് ഷാഫി പറമ്പിൽ ജയിക്കിന്റെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട്. അതെ അതെ, ഇവരെല്ലാരാണ്. പക്ഷെ അതിൽ നമുക്ക് ഒരു കറക്റ്റായിട്ട് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പൊ ജനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ കേരളത്തെ പറ്റി ജനങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ചേട്ടന് പോലും അറിയാം. ജനം എങ്ങനെ തീരുമാനിക്കാം, അങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും, ഇല്ലേ? ഇപ്പൊ രാജീവ് തന്നെ മത്സരിച്ച്. രാജീവ് എന്ന് വെച്ചാൽ നല്ലൊരു മന്ത്രിയാണ്. വികസനം കൊണ്ടുവന്നതും ചെയ്യുന്നതും പുള്ളി തന്നെയാണ് ഇവിടെ. എനിക്ക് ഭയങ്കര താല്പര്യം പുള്ളിയോട്. ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലേ? അല്ലേ, ഒരുപാടാ, ഒന്നല്ല, ഒരുപാട് മാറ്റം. ഇന്നിപ്പോ ഞാൻ പറയാം, എല്ലാം നമ്മളൊരു ജാതി വ്യക്തി പറയാൻ പറ്റില്ല. അയാൾക്ക് അനുകൂലമായിട്ടാണ് ഈ 2 പ്രാവശ്യം ആൾക്കാർ വോട്ട് ചെയ്തത്. ആളെ വ്യക്തികളെ നോക്കിയാണ്. വ്യക്തികളെ നോക്കി അതിനെന്താ ചെയ്യണത്, അതാണ് അയാൾ വിജയിച്ചത്. രാജു വിജയിക്കാൻ കാരണം അത് തന്നെ. ഇനിയും വിജയിക്കും പുള്ളി തന്നെ. അവിടെ പാർട്ടിയല്ല, വ്യക്തിയാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു ഇതാണ്. എല്ലാവരോടും ആ കൂട്ടായ്മയുടെ പുള്ളി പോകുന്നത്. ഞാൻ അതിനുള്ള അറിവായിട്ടില്ല. ജയിക്കൽ ഷാഫി പറമ്പിൽ അറിയില്ലേ?
ഈ എം എൽ എടാ ആ മറ്റേ ഷാഫി പറമ്പിൽ MLA. എം എൽ എ അത് ആ ആളാണോ ജയിക്കാണോ ഭാവിയിൽ നല്ല പൊളിറ്റീഷ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഫ്യൂച്ചർ? ഫ്യൂച്ചറിൽ ചിലപ്പോൾ നന്നായിരുന്നിരിക്കും, ചിലപ്പോൾ ഇതായിരുന്നിരിക്കും. അത് ഇവർ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ അടിച്ചു കയറി പോരാൻ ചാൻസ് ഉള്ളത്? ഈ രണ്ടുപേരുടെ പേര് പറഞ്ഞാ ഷാഫി പറമ്പിലും ജയിക്കും. ജയിക്കും. ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ. ആ.